പഞ്ചാബ് അല്ല, ഞങ്ങൾ ഉത്തർപ്രദേശാണ്. ഞങ്ങളുടെ സീറ്റ് നമ്പർ 64C. Going to meet her. Oh, very nice. What is her name? Her name is Lichi. Oh, fantastic and melodious name. Okay. Bye bye. Bye bye. Seat വേണ്ട. Eh? ഒരു മോർഗൻ എനിക്കുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് UP-യിലേക്ക് പോകേണ്ട ദിവസം. അപ്പോൾ ഇവിടുത്തെ പരോളൊക്കെ കഴിഞ്ഞു. ഒരു മാസം ഹോളിഡേയ്സ് നല്ല പോലെ തന്നെ എൻജോയ് ചെയ്തു. ആൽവിനായാലും വന്ന് തിരിച്ചു പോയി. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാണ്. 21-ാം തീയതി നമ്മൾ ഇന്ന് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഞങ്ങൾക്ക് യാത്ര എന്ന് പറയുന്നത് 2 നൈറ്റ്സും 3 ഡേയ്സും. 3 ഡേയ്സ് കംപ്ലീറ്റ്ലി ഇല്ല. 3rd ഡേ ഉച്ചയോടുകൂടി നമ്മൾ വീട്ടിലെത്തും. ഇങ്ങനെ അവിടെ നിന്ന് വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ആരെ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായി. ഞങ്ങളുടെ ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് 11:35-നാണ്. രാപ്തി സാഗർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. ചാലക്കുടിയിൽ നിന്ന് കയറുന്നത്. അനിയത്തി ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ സണ്ണിയും ഞങ്ങളങ്ങനെ 2 വണ്ടിക്ക്, അവരുടെ അനിയത്തിയുടെ വണ്ടിക്കും സണ്ണിയുടെ വണ്ടിക്കും കൂടിയാണ് നമ്മൾ ലഗേജ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക, സണ്ണിയും വീടുമൊക്കെ. പിന്നെ ഗ്രേസ് കാറ്റഗിസത്തിന് പോയി. അപ്പോൾ ഗ്രേസിന് വരാൻ പറ്റില്ല. അതുപോലെ തന്നെ അനിയത്തിയുടെ മോനും കാറ്റഗിസത്തിന് പോയേക്കാണ്. അപ്പോൾ അങ്ങനെ ഇനി ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ താഴെ പോയി ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വീട് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടാക്കിയേക്കണേന്ന് അറിയില്ല. താഴേക്ക് പോയിട്ടില്ല. താഴേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അമ്മോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ്, അതുപോലെ ഇവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കേരളം വിട്ട് പറക്കേണ്ട സമയമായി. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ജോലിയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കറക്റ്റും കാര്യങ്ങളെല്ലാം മാറ്റി. അപ്പോൾ വീടൊക്കെ എന്താ പറയുക ആകെ ശൂന്യമായി. പിന്നെ കിച്ചണൊക്കെ ഞങ്ങൾ ഈ രീതിയിൽ എല്ലാം സെറ്റാക്കിയിട്ടു. പുറത്തുണ്ടായിരുന്ന നമ്മുടെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ നാരങ്ങച്ചോറും പിന്നെ ചിക്കൻ വറുത്ത് അങ്ങനത്തെയൊക്കെ കറികളൊക്കെ അതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിച്ചൺ മൊത്തം സെറ്റായി, എല്ലാം കാര്യമായി. പിന്നെ ഹോളിലൊക്കെ ആയാലും ലഗേജ് കാര്യങ്ങളെല്ലാം ഓൾറെഡി ഒരു സണ്ണിയും ചാട്ടനും കൂടെ രാവിലെ തന്നെ കൊണ്ടുപോയി വണ്ടിയിലൊക്കെ വെച്ചത്. അഞ്ജുവിൻ്റെ ലാപ്ടോപ്പ് ബാഗ്, ഇതെൻ്റെ ലാപ്ടോപ്പ് ബാഗ്. പിന്നെ ഇത് നമുക്ക് കുടിക്കാൻ കൊണ്ടുപോകേണ്ട വെള്ളം. അപ്പോൾ 3 ദിവസം ട്രെയിനിലിരിക്കുമല്ലോ, അപ്പോൾ കൊണ്ടുപോകേണ്ട വെള്ളം. ഇത് നമ്മുടെ പാക്കിംഗ് ഐറ്റംസുകളൊക്കെ കൊണ്ടിരിക്കണം. ബാക്കിയെല്ലാം റോപ്പും കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ താഴേക്ക് പോകണം. സണ്ണി കാറൊക്കെ കഴുകി ആകെ ടയേർഡായി, ക്ഷീണിതരായി. ഓ, നീ നനഞ്ഞു മുങ്ങിയിരിക്കണുണ്ടായി, ഞാൻ അറിയാം. ആണോ? അത് ശരി. പക്ഷെ ഞാൻ വേർക്കണുണ്ട്, ഭയങ്കര ചൂട് ഇന്ന്. നല്ലപോലെ എൻ്റെ സ്റ്റീവൂട്ടൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെ തക്കാളി മുറുക്കൊക്കെ അടുത്ത് വെച്ച് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കണേ. സ്റ്റീവൂട്ട വേഗം കഴിക്കും, നമുക്ക് പോകണ്ടേ? റെയിൽവേ സ്റ്റേഷനിൽ പോകണ്ടേ? നമുക്ക് ട്രെയിൻ കാണാൻ പോകണ്ടേ? വേഗം ആവട്ടെ. ട്രെയിനിൽ കയറണോ? വേണ്ടേ? ട്രെയിനിൽ കയറണ്ടേ?
പേടിയണോ? ആ ഓക്കെ, നമുക്ക് ട്രെയിൻ കാണാൻ പോവാ. അത് വേഗം കഴിക്കും. അപ്പൊ ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ ഇനി. അപ്പൊ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് എണീക്കുമ്പോഴേക്കും സിജിയും ജോജിയും ഒക്കെ എത്തുമായിരിക്കും. അതെ, ഓക്കെ റെഡിയെന്ന്. പുതിയതും വെച്ചോണ്ടിട്ടുണ്ട്. നീ വെച്ചിട്ടുള്ള വീഡിയോ ഇട്ട് ഞാൻ എടുത്തേക്കണേ. അതിനെന്താ അതന്നെ സൂപ്പർ കഞ്ഞിയും ചമ്മന്തി അങ്ങനെ സിജിയും ജോജി എത്തി. ബെഡു റെഡിയായി. ആ സണ്ണി മാത്രം റെഡിയാവാത്ത. സണ്ണി മാത്രം. ആ പഴയതാ, ഹാൻഡിൽ പോയി നന്നാക്കിയതാ. അതും പഴയതാ. അത് മാത്രം പുതിയത്. മറ്റേ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി പാക്ക് ചെയ്തേക്കുന്നതാണ് പുതിയത്. അപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ കൂടെ സെറ്റായി. ഇനി വണ്ടിയിലേക്ക്, 2 വണ്ടികളിലേക്കായിട്ട് എല്ലാം കയറ്റി വെക്കണം. ഇനിയിപ്പോൾ സിജിയും ജോജിയും വന്നപ്പോൾ അവർ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും പാക്ക് ചെയ്യണം. അപ്പോൾ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കണം. ഇനി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാം. ടൈമായി പോവാം. ഇറങ്ങാം. വിഷമമൊന്നും ഇല്ലെങ്കിലും വിഷമം നടിക്കുന്നു ചിലവരൊക്കെ അല്ലേ ജിജി? അപ്പം അങ്ങനെ ലഗേജൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ലഗേജൊക്കെ വെക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു, ഗ്രൂപ്പ് ഫോട്ടോ. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഇറങ്ങാൻ പോകുന്ന സമയത്തുള്ള ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും മാറി എടുക്കണം. അപ്പോൾ അങ്ങനെ ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. 3 സ്യൂട്ട് കേസ് ഇപ്പോൾ സണ്ണിയുടെ വണ്ടിയിലേക്ക് പോയിട്ടുണ്ട്, 3 എണ്ണം. ഇനി ബാഗുകളൊക്കെ ഉള്ളൂ. സ്യൂട്ട് കേസായിട്ടാകെ 3 എണ്ണം ഉള്ളൂ. പഴം വെച്ചിട്ടില്ലേ? പഴം വെള്ളത്തിൻ്റെ അതിലേക്ക് വെക്കുക. വെള്ളം അല്ല, ലാപ്ടോപ്പ് അത് ഞാൻ കയ്യിൽ പിടിച്ചോളാം. വെള്ളം ബോട്ടിലിൻ്റെ കൂടെ പഴം വെച്ചോ, വെള്ളം ബോട്ടിലിൻ്റെ കവറിൽ. പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മോള് സ്കൂൾ കൂട്ടിനെ നാട്ടിൽ വന്ന് തിരിച്ചു സന്തോഷിട്ടൊക്കെ പറ. മോളെ കാത്തുകൊള്ളണമേ, എല്ലാപത്തിലും അപകടത്തിലും രോഗത്തിലും നിന്ന് രക്ഷിച്ച് സുരക്ഷിതനായി ജോലി ചെയ്യുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നീ അടുത്ത വർഷം ഓക്കെ. ഞാൻ നായിക ജോലിക്കായി പോകുന്ന എൻ്റെ മോളെ സുരക്ഷിതയായി അവളുടെ വീട്ടിലെത്തിക്കണേ. അസുഖങ്ങളൊന്നും വരുത്താതെ, ആപത്തുകളൊന്നും വരുത്താതെ, രോഗങ്ങളൊന്നും വരുത്താതെ നിന്റെ പ്രത്യേക സംരക്ഷണം
ഈ മക്കൾക്ക് 3 പേർക്കും ഉണ്ടാവട്ടെ. എല്ലാവരെയും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ച് നിന്റെ പരിപൂർണ സംരക്ഷണം ഇവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മരുന്ന് ശരിയായിരിക്കുക. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതേ ഇറങ്ങണം. ഞങ്ങളിപ്പോൾ 2 വണ്ടിയിലായിട്ടോ പോകുന്നത്. അനിയത്തിയുടെ വണ്ടിയിലും അതുപോലെ തന്നെ സണ്ണിയുടെ വണ്ടിയിലും. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് അനിയത്തിയുടെ ഒപ്പം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞത് പോയപ്പോഴേക്കും തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഇതാ ലഗേജ് കാര്യങ്ങളെല്ലാം ഒരു വണ്ടിയിൽ നിന്ന് ഇറക്കണം. പിന്നെ ഇന്നെന്തായാലും സൺഡേ ആണെങ്കിലും ഞങ്ങൾക്ക് കുരുത്തം പോലെ പോട്ടറെ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് പോട്ടറെ വിളിച്ചിട്ട് സൺഡേ ആയതുകൊണ്ട് കിട്ടിയില്ലായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ആളെ കിട്ടി. അപ്പം അതുകൊണ്ട് ലഗേജ് എടുത്തു വെക്കാനൊക്കെ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടല്ലോ, അപ്പോൾ എളുപ്പമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അവര് റിനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കൊക്കെ വന്നു. ഇപ്പൊ മുമ്പത്തെ പോലെയല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് കിടക്കണം. അപ്പൊ കിടക്കുന്നതിന് മുൻപായിട്ട് ഇതേ അഞ്ചും സ്റ്റീവും ഒക്കെ കൂടെ നിന്നുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മിഡ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. तक जाने वाली एक्सप्रेस कुछ ही समय में प्लेटफॉर्म क्रमांक 2 पर आ रही है. For the kind attention of passengers, train number 2 from Thiruvananthapuram Central to Shoranur Express will arrive shortly on platform number 2. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പിക്കും 2 ട്രെയിൻ. ഒരു ട്രെയിൻ ഇപ്പം തന്നെ പോയി, അടുത്തത് ദേ വരുന്നു. അവരൊക്കെ അവിടെ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നല്ലൊരു ചേഞ്ച് വന്നു കേട്ടോ. മുമ്പ് നമുക്ക് ഒരു സൈഡിൽ മാത്രം സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2 സൈഡിലും ആയി. ഈ സൈഡിലുണ്ട്, അതുപോലെ തന്നെ ആ സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ സ്റ്റെപ്സ് ഒക്കെ കയറി അങ്ങേ സൈഡിലേക്ക് കിടക്കണം. അവർ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു കയറാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് ലഗേജ് ഒക്കെ വെച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ ഉത്തർപ്രദേശാണ്. ഞങ്ങളുടെ സീറ്റ് നമ്പർ 64C. എക്സ്ട്രാ പേര് സിജി. വീട്ടിൽ അക്കൗണ്ട് മീഡിയയിലും വൈറ്റ് ബ്ലോഗ്സിലൊക്കെ കാണാറുള്ള ആളാണോ? അത് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. Going to meet her. Oh, very nice. What is her name? Her name is Lichi. Oh, fantastic and melodious name. You don't know IELTS? No. Sorry. ഫാമിലി ഉണ്ട്. അവരിങ്ങനെ തെറ്റിത്തിരിഞ്ഞാൽ കൂടെ വരുന്നുണ്ട്. നേരത്തെ പറയണ്ടേ? പിന്നെ ഞാൻ കൂട്ടുപിടിക്കാൻ വരില്ലായിരുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ അതന്നെ കൊണ്ട് ഇത്രയും ചേഞ്ചസ് ഒന്നും കണ്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം. ഇതിപ്പോൾ ലേറ്റസ്റ്റ് എന്തൊക്കെയോ റിനോവേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ അങ്ങേ സൈഡിലുണ്ട് സ്റ്റെപ്സ് മുകളിലേക്ക് കയറാൻ, ഇങ്ങേ സൈഡിലുണ്ട്. സാധാരണ ഞങ്ങൾ ഇതിൽ കൂടെയാണ് എപ്പോഴും കയറാറ്. ഈ പ്രാവശ്യം അങ്ങേ സൈഡിലും അതേപോലെ തന്നെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ ലുക്ക് മാറ്റിയിട്ടുണ്ട് അവർ കുറച്ച്. 2 ട്രെയിൻ ഇപ്പോൾ വന്നു പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ട്രെയിനിൻ്റെ സമയം എന്ന് പറയുന്നത് 11:30. അലുവ വാങ്ങിച്ചോ? അലുവ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ലായിരുന്നു നമ്മൾ. ഏതെടുക്കണം? റെഡും യെല്ലോയോ, ഒരു കറുപ്പയും ഒരു ചുമപ്പയും എടുക്കാം. പിന്നെ നമുക്ക് പാലക്കാടൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ കാണണമെങ്കിൽ കയറിയിരുന്നതിന് ശേഷം സമയം കിട്ടണമെങ്കിൽ അപ്പോൾ വാങ്ങാം. നമ്മുടെ
നമ്മുടെ ലഗേജൊക്കെ ഇങ്ങനെ സൈഡിലെല്ലാം കൊണ്ടുവന്ന് വെച്ച് സെറ്റായി. എല്ലാവരും നിന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ട്രെയിൻ 11:30-ക്കാണ്. ഞങ്ങൾ 11 മണിയായപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ക്യാമറ പിടിച്ചിട്ടല്ല ഹാപ്പി ജേണി, സേഫ് ജേണി. താങ്ക് യു. ഓക്കെ, നിന്നോട് പറഞ്ഞില്ല. സേഫ് ജേണി. ഓക്കെ, സീ യു. ബൈ ബൈ. ആയിക്കോട്ടെ വരാം. നമുക്ക് കാണാം. എന്തായാലും കുറച്ച് ദിവസം ഉണ്ടായിരുന്നുണ്ടെങ്കിലും പോയി കഴിയുമ്പോൾ ഒരു വിഷമമായിരിക്കും. ഒരു 5-6 ദിവസത്തേക്ക്. അത് കഴിയുമ്പോൾ പിന്നെ നോർമൽ നമ്മുടെ ലൈഫിലേക്ക് മാറും. ഓക്കെ, കരയണോ നിങ്ങളൊക്കെ? ഇവിടെ അടുത്ത ഗ്രൂപ്പ് അമ്മ പിടിച്ചോളൂ. ബൈ ബൈ. നമ്മുടെ ട്രെയിൻ यात्रीगण कृपया ध्यान दें। गाड़ी क्रमांक 1, 2, 5, 2 तिरुवनंतपुरम 9 से गोरखपुर तक जाने वाली सुपरफास्ट कुछ समय में प्लेटफॉर्म क्रमांक 2 पर आ रही है। For the kind attention of passengers, train number 1251 from Tiruvananthapuram North to അപ്പോൾ ദേ നമ്മുടെ ട്രെയിൻ അങ്ങ് ദൂരേന്ന് കാണാട്ടോ. ട്രെയിൻ വരുന്നുണ്ട്. ഞങ്ങളുടെ പോകേണ്ട സമയമായി. കേരളം വിടേണ്ട സമയമായി. കൊച്ചിൻ ഗോരഖ്പൂർ രാപ്തി സാഗർ എക്സ്പ്രസ് ഇതാ വരുന്നു. ഒരു ഫ്ലൈറ്റ് പോകണമെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കേണ്ട ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്ന് നിൽക്കണേ. പക്ഷേ എത്ര ദൂരം അങ്ങോട്ട് നീങ്ങേണ്ടി വരും അറിയും. അങ്ങോട്ടേക്കുള്ള ഒരു പുതിയ സാറും ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവർ അവിടെ ആ സാറിനെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഡോറിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കയറേണ്ടത്. അവർ ഫസ്റ്റ് എ സിയിലും ഞങ്ങൾ സെക്കൻഡ് എ സിയിലും. അപ്പോൾ ഇന്ന് നമ്മൾ കൂലിക്കാരൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടർ ചേട്ടൻ എന്താ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശരി. ബൈ ബൈ. ഒരു മോർഗൻ എനിക്കുണ്ടോ? ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറിയപ്പോഴേക്കും ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒത്തിരി സാറുമാരും ടീച്ചർമാരെയൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒക്കെ അടുത്ത സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന വേറെയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലഗേജൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സീറ്റിലൊക്കെ വന്ന് ഇരിപ്പായി. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് സൈഡ് അപ്പറും ലോവറുമാണ്. മുകളിൽ നമ്മൾ സെക്കൻഡ് എ സിയിൽ മുകളിൽ ഒരു സീറ്റും താഴെ. പിന്നെ ചേട്ടൻ്റെ സീറ്റ് അങ്ങ് ദൂരെയാണ്. 33 ഏതാ പപ്പയുടെ 30 ആണോ? അങ്ങേ സൈഡിലാണ് ചേട്ടൻ്റെ സീറ്റ്. അപ്പോൾ ലഗേജൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സീറ്റിലൊക്കെ തന്നെ ഇരിക്കണ കുറച്ച് ഇനി അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഒരു സൂട്ട് കേസും പിന്നെ ഒരു ബാഗും ഇവിടെ സീറ്റിൻ്റെ കീഴെ വെച്ചിട്ടുണ്ട്. ട്രെയിനിൽ വന്നിരിക്കുന്നത് ചായക്കാരൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. 5 മുകളിലത്തെ സീറ്റിലേക്ക് പോകാന്ന് പറഞ്ഞത് മുകളിലേക്ക് കയറാണ് 5. അപ്പോൾ പിന്നെ ഇത്തിരി ലഗേജൊക്കെ നമ്മുടെ ഷോൾഡർ ബാഗ് ഹാൻഡ് ബാഗൊക്കെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് മുകളിൽ വെച്ചു. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് മാത്രമേ ഇപ്പോൾ ഇവിടെ താഴെയുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ ഒരു പാക്കറ്റും പിന്നെ ഒരു സൂട്ട് കേസ് ചേട്ടൻ്റെ സീറ്റിൻ്റെ അടുത്തും കൊണ്ടുപോയിട്ടുണ്ട്.
ഞങ്ങൾ വാഷ്റൂമിൻ്റെ അവിടെ നിന്ന് രണ്ടാമത്തെ ക്യാബിനിലാണ് ഞങ്ങളുള്ളത്. 5 മുകളിൽ കർട്ടനൊക്കെ ഇട്ട് കിടക്കാനുള്ള പരിപാടിയാണ്. കിടക്കാൻ പോകണോ ഇല്ലേ? അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും. ഞങ്ങളിതാ ഇവിടെ, എൻ്റെ സീറ്റ് ഇവിടെ. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള 2 ചേട്ടന്മാർ ഒരു കോരക്കൂർക്കുള്ളതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ യാത്രയൊക്കെ വലിയ പ്രശ്നമില്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പുഴകളും തോടുകളും ഒക്കെ കണ്ട് ഇങ്ങനെയായിട്ട് നീങ്ങാം. ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ദൂരം കാണാം. അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാം. പിന്നെ അങ്ങോട്ടേക്ക് അധികം ഗ്രീനറി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പയ്യെ ആന്ധ്രയിലേക്കൊക്കെ കിടക്കുമ്പോൾ പിന്നെ ഡ്രൈ ആയി, ചൂട് മീൻസ് നമ്മളിപ്പോൾ എ സിയിലായതുകൊണ്ട് ചൂട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഈ പച്ചപ്പൊന്നും കാണില്ല. ഇനി ഇന്നത്തെ ദിവസമൊക്കെ കാണാൻ പറ്റുമായിരിക്കും, നാളേക്ക് ആയിരിക്കും. പിന്നെ ഇങ്ങനെ മരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇപ്പം നെല്ലായി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അടുത്തത് തൃശ്ശൂരൊക്കെ ആയിരിക്കും. എപ്പോഴും ചായയും കാപ്പിയുണ്ട്, അതിന് ഒരു കുറവുമില്ല. എപ്പോഴും ചായച്ചേട്ടന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറിയപ്പയ്ക്കും കാന എഗ് ബിരിയാണി, അണ്ട ബിരിയാണി എന്നൊക്കെ പറഞ്ഞ്, വെജ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് അവർ വരുന്നുണ്ട്. അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും വീടുകളിലേക്കൊക്കെ ഫോൺ വിളിച്ചൊക്കെ പറയുന്നത് കേട്ടോ, യാത്രയൊക്കെ ഓക്കെയാണ്, സീറ്റ് ഓക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അവരായാലും ഒരു ടെൻഷനിലാണല്ലോ. ശരിക്കും ഈ ബൈ പറഞ്ഞ് പോരുന്ന അവസ്ഥ ഭയങ്കര ഒരു വിഷമം പിടിച്ചൊരു അവസ്ഥയാണ് ഞങ്ങൾക്കും അവർക്കും. കുറച്ച് ദിവസത്തെ നല്ല സന്തോഷത്തിന് ശേഷം അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങളിത് കേരളം വിടണം കേട്ടോ. പിന്നെ നമ്മുടെ ജോലി ഇവിടെയും, അഞ്ജുവിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് വരാതിരിക്കാനും പറ്റില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കേഷന് പോയി, അത് കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് ബൈ പറഞ്ഞ് പോരല് പതിവായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചായ വാങ്ങി. ഫസ്റ്റ് ചായ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറിയിട്ട് ഇന്നിപ്പോൾ അതേ ഫസ്റ്റ് ടൈം ചായ കുടിക്കുകയാണ്. നല്ല 20 രൂപ ചായയുടെ റേറ്റ് 20 രൂപ. അതിങ്ങനെ ചേട്ടനെ ഇവിടെ ഇട്ട് പൊടി ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞു ഞങ്ങൾ. ഉറക്കം വരുന്നു, ക്ഷീണം തോന്നുന്നു, രാത്രി ലേറ്റായിട്ട് ഉറങ്ങി. അപ്പോൾ അതിനോട്ട് ചായ കുടിക്കാമെന്ന് വെച്ചാൽ അഞ്ജുനും വേണ്ടാന്ന് പറഞ്ഞു. ഞാനും ചേട്ടനും ചായ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അഞ്ജുനും അതൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ പാലക്കാട് നിന്ന് എന്താ ട്രെയിൻ വിട്ടു. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ലെമൺ റൈസും അതുപോലെ തന്നെ മോര് കാച്ചിയതും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാന്നും പറഞ്ഞു. അങ്ങനെ വിശപ്പൊക്കെ ആയി എല്ലാവർക്കും. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം നമുക്ക് ഉറങ്ങാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് തലേദിവസം രാത്രി ഉറങ്ങിയപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ എല്ലാം അടക്കിപ്പറക്കി ഒക്കെ വെക്കണം, എല്ലാവിടെ നീറ്റാക്കി ഇടണം. രാവിലെ അതിനൊന്നും നമുക്ക് നേരമില്ല. രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തിക്കും തിരക്കും, പിന്നെ റെഡി
ആവാനും പോരാനും ഒക്കെയുള്ള സമയമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ ഒരുവിധം പണികളെല്ലാം തീർത്തിട്ട് കിടന്ന് അപ്പോഴേക്കും 1 മണിയൊക്കെ ആവാറായിരുന്നു കേട്ടോ. 12:45 1 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ ഉറങ്ങാൻ പോയത്. അപ്പൊ ആ നല്ലൊരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. 5 കുറച്ച് നേരത്തെ കിടന്നായിരുന്നു. പക്ഷെ ഞാനും ചേട്ടനും കിടക്കാൻ നല്ല ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി കയറിയിരുന്ന് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞങ്ങള് ഇരുന്ന് ഉറക്കം തൂങ്ങായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ആ സമയത്ത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇപ്പൊ ഞാൻ ഈവനിങ്ങിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇപ്പൊ ഞങ്ങളിത് ജോലാർപേട്ട ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങള് രാത്രി ഉറക്കത്തിലേക്ക് കടക്കാണ്. ഇനി നാളെ നേരം വെളുത്തിട്ട് അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിത് സെക്കൻഡ് ഡേയിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇപ്പൊ ഞങ്ങള് വിജയവാഡയൊക്കെ കഴിഞ്ഞ് ഖമ്മം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് വാറങ്കൽ. ഇവിടുന്ന് ഒരു 1 മണിക്കൂറും കൂടെ കഴിഞ്ഞ് നമ്മൾ വാറങ്കൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തും. ഇപ്പോൾ നമ്മുടെ ആ ഗ്രീനറി കാര്യങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി കേട്ടോ. ഇന്ന് ഫുൾ ആന്ധ്രാപ്രദേശിലൂടെയുള്ള യാത്രയാണ്. പുറത്തൊക്കെ ചൂടുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ സെക്കൻഡ് ഡേയ്സിലായതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, കുഴപ്പമില്ല. ബട്ട് പുറത്തൊക്കെ നല്ല ചൂടാണ്. പിന്നെ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇപ്പം അതാണ് കിട്ടിയ ടിക്കറ്റ്. ഇപ്പം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. പിന്നെ ചേട്ടൻ കിടക്കേണ്ട സമയമാകുമ്പോൾ ചേട്ടൻ്റെ സീറ്റിലേക്ക് അങ്ങോട്ടേക്ക് പോകും. മുകളിലാണ് അപ്പർ ബർത്ത കിട്ടിയേക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുകൂടെ സീറ്റിലിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇതേ രാവിലെ തന്നെ അവരെ ബിസ്ക്കറ്റൊക്കെ കഴിക്കാമെന്ന് വെച്ചു. ചായ കുടിച്ചു. ഇപ്പോൾ ഇതേ ബിസ്ക്കറ്റ്. നൈസ് ടൈം അല്ലത്, നൈസ് മാത്രമുള്ളൂ ആണോ? ആ മറ്റേ പഞ്ചസാര. അതെ, എനിക്കെന്ന് പറഞ്ഞു ആ പഞ്ചസാര തരിയുള്ള ബിസ്ക്കറ്റ് ഇതൊക്കെ കഴിച്ചിരിക്കുക. പിന്നെ നേന്ത്രപ്പഴം കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ട്രെയിനിൽ അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട്ലേറ്റ്, ബ്രെഡ് ഓംലേറ്റ്. പിന്നെ ട്രെയിനിലെ ഫുഡ് എന്ന് പറയുമ്പോൾ 150 രൂപയാണ് സാധാ ഫുഡിന്. പിന്നെ ചിക്കൻ കറി ഒക്കെ ആയിട്ടുള്ള ഫുഡാണെങ്കിൽ 180 രൂപ. അപ്പം ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് ഉച്ചയ്ക്കും വൈകുന്നേരം കഴിച്ചത്. ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരത്തിനുള്ളതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിലെ ഫുഡ് കഴിക്കാണ്ട് ഒപ്പിക്കാമെന്ന് കരുതുന്നു. ഇത് ഞങ്ങൾ ട്രെയിനിൽ കയറി എന്നും പിറ്റേ ദിവസമായിട്ട് ഞാൻ എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ 3-ാം ദിവസത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ UP-യിൽ എത്തിയെന്നും പറഞ്ഞ് അതിനകത്ത് 3rd ഡേയുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രയൊക്കെ ഇതാ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക് യു. കാരണം നാട്ടിൽ നിന്ന് ഞങ്ങൾ പോന്നിട്ട് കുറേ ദിവസം ആയെങ്കിലും എനിക്ക് എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്ക് എല്ലാ വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം നിന്ന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാം UP-യിൽ ഞങ്ങൾ എത്തിയതിന് ശേഷമുള്ള വീഡിയോസ് ആണ്. കേരള വീഡിയോസ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു കേരള വീഡിയോസ് കഴിഞ്ഞില്ലേന്ന്. അപ്പൊ എല്ലാ കേരള വീഡിയോസും തീർന്നു കേട്ടോ. ഇനി കേരള വീഡിയോസ് ഒന്നുമില്ല, ഇനി എല്ലാം UP വീഡിയോസ്. അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഞങ്ങളിതാ വാറങ്കൽ എന്ന് പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. ഇപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇരുന്ന് കാഴ്ചകളൊക്കെ കാണണം. അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് UP വീഡിയോയും UP-യിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പൊ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.